പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യകാരുണ്യത്തിൽ സാക്ഷാൽ സന്നിഹിതനായ ഈശോ ഇന്ന് നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കാനും നമ്മുടെ കണ്ണുനീർ തുടയ്ക്കാനും നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കാനും അസാധ്യമായ കാര്യങ്ങൾ പോലും സാധ്യമാക്കാനും വരുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോരുത്തരും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഈശോയുടെ തിരുപാദങ്ങളിൽ സമർപ്പിക്കുക. പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കാരണം കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല. 31 ദിവസം ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഈശോയുടെ തിരുസന്നിധിയിൽ നിന്നും നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. 16-ാം ദിവസം. തങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കാണുന്നതിനായി മനുഷ്യർ ദിവ്യകാരുണ്യനാഥന്റെ പക്കലേക്ക് ഒന്ന് വന്നിരുന്നെങ്കിൽ അവർ എത്ര സന്തുഷ്ടരാകുമായിരുന്നു. ജെറമിയ പ്രവാചകൻ ഇങ്ങനെ പരിതപിക്കുന്നു: ഗിലെയാദിൽ ഔഷധമില്ലേ? രോഗശാന്തി നൽകുവാൻ അവിടെ ഭിഷഗ്വരനില്ലേ? ജെറമിയ 8:22. ഗിലെയാദ് സുഗന്ധമുള്ള തൈലങ്ങളാൽ സമൃദ്ധമായ അറേബ്യയിലെ ഒരു പർവ്വതമാണ്. സൗഖ്യം നൽകുവാൻ തയ്യാറായി നിൽക്കുന്ന പർവ്വതം യേശുക്രിസ്തുവാണ് എന്ന് ബീഡ് എന്ന വിശുദ്ധൻ പറയുന്നു. ദിവ്യകാരുണ്യനാഥനായ അവിടുത്തെ പക്കൽ എല്ലാ രോഗങ്ങൾക്കുമുള്ള ശമന ഔഷധമുണ്ട്. ഭിഷഗ്വരനും എല്ലാ രോഗങ്ങൾക്കും പരിഹാരവും ഈ ദിവ്യ കൂദാശയിലുള്ളപ്പോൾ മനുഷ്യ മക്കളെ, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പരാതിപ്പെടുന്നതെന്ന് ദിവ്യരക്ഷകൻ പറയുന്നതായി നമുക്ക് സങ്കല്പിച്ചു നോക്കാം. നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. മത്തായി 11:28. അതുകൊണ്ട് ലാസറിന്റെ സഹോദരിമാരോട് ചേർന്ന് ഞാനും പറയട്ടെ: കർത്താവേ, ഇതാ നീ സ്നേഹിക്കുന്ന രോഗിയായിരിക്കുന്നു. യോഹന്നാൻ 11:3. കർത്താവേ, അങ്ങ് സ്നേഹിക്കുന്ന രോഗിയായ മനുഷ്യൻ ഞാനാണ്. പഴയ കാലത്തെ പാപങ്ങളാൽ വ്രണിതമാണ് എൻ്റെ ആത്മാവ്. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ അങ്ങേക്ക് എന്നെ സുഖപ്പെടുത്തുവാൻ കഴിയും. എന്നെ സുഖപ്പെടുത്തണമേ, ഞാൻ അങ്ങേക്കെതിരായി പാപം ചെയ്തുപോയി. സങ്കീർത്തനം 41:4. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഈശോയെ, കൃപ നിറഞ്ഞ അങ്ങയുടെ സ്നേഹത്തിൻ്റെ വശ്യതയാൽ എന്നെ മുഴുവനായി അങ്ങിലേക്ക് വലിച്ചടുപ്പിക്കുക. അങ്ങയെ സ്നേഹിക്കുക എന്നല്ലാതെ മറ്റൊന്നും ഈ ലോകത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്പം മാത്രമേ അങ്ങയ്ക്ക് നൽകുവാൻ എൻ്റെ പക്കലുള്ളൂ. ഈ ലോകത്തിലെ രാജ്യങ്ങളെല്ലാം എൻ്റേതായിരുന്നുവെങ്കിൽ അങ്ങയുടെ സ്നേഹത്തിനു പകരമായി അത് മുഴുവനും അങ്ങയ്ക്ക് തരുവാൻ എനിക്ക് സന്തോഷമേ ഉണ്ടാകുമായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് നൽകുവാൻ കഴിയുന്നതെല്ലാം ഞാൻ അങ്ങയ്ക്ക് തരുന്നു. എൻ്റെ എല്ലാ ബന്ധുജനങ്ങളെയും, എൻ്റെ എല്ലാ ജീവിത സുഖങ്ങളെയും, എൻ്റെ ഇഷ്ടങ്ങളെയും, ആത്മീയ ആശ്വാസം പോലും ഞാൻ അങ്ങയ്ക്ക് തരുന്നു. എൻ്റെ സ്വാതന്ത്ര്യത്തെയും ഇച്ഛയെയും ഞാൻ അങ്ങയ്ക്ക് തരുന്നു. ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടതായി സൂക്ഷിക്കുന്നവയെല്ലാം ഞാൻ അങ്ങയ്ക്ക് തരുന്നു. ഓ അനന്ത നന്മയെ, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എന്നെക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും നിത്യതയിൽ അങ്ങയെ സ്നേഹിക്കാൻ കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുകയും ചെയ്യുന്നു. സുകൃത ജപം. എൻ്റെ ഈശോയെ, ഞാൻ എന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദയ തോന്നി അവിടുന്ന് എന്നെ സ്വീകരിക്കണമേ. എൻ്റെ ഈശോയെ, ഞാൻ എന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദയ തോന്നി അവിടുന്ന് എന്നെ സ്വീകരിക്കണമേ. എൻ്റെ ഈശോയെ, ഞാൻ എന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദയ തോന്നി അവിടുന്ന് എന്നെ സ്വീകരിക്കണമേ. അരൂപയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ ഈശോയെ, അങ്ങ് പരിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും അങ്ങ് എൻ്റെ ആത്മാവിലേക്ക്
എഴുന്നള്ളി വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകാരുണ്യത്തിലൂടെ ഇപ്പോൾ എന്നിലേക്ക് കടന്നു വരുവാൻ അങ്ങേക്ക് കഴിയാത്തതിനാൽ അരൂപയിലെങ്കിലും അവിടുന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളി വന്നാൽ എന്ന പോലെ ഞാൻ അങ്ങയെ സ്വീകരിക്കുകയും എന്നെ പൂർണ്ണമായി അങ്ങയോട് ഐക്യപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നും അങ്ങയോടുള്ള ഐക്യത്തിൽ എന്നെ സൂക്ഷിക്കണമേ. മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ നാഥേ, അവിടുന്ന് വിശുദ്ധ ബ്രിജിറ്റിനോട് പറഞ്ഞു, ഒരു മനുഷ്യൻ എത്ര പാപിയായിരുന്നാലും യഥാർത്ഥ മനസ്താപത്തോടെ അവൻ തിരിച്ചു വരികയാണെങ്കിൽ ഞാൻ അവനെ സ്വീകരിക്കുന്നതിൽ തിടുക്കം കാണിക്കും. അവൻ്റെ പാപങ്ങളുടെ കാഠിന്യമല്ല, പിന്നെയോ എത്ര ആഴമേറിയ ദുഃഖത്തോടെയാണ് അവൻ തിരിച്ചു വരുന്നതെന്നാണ് ഞാൻ നോക്കുക. അവൻ്റെ മുറിവുകളിൽ തൈലം പൂശാനും അവനെ സുഖപ്പെടുത്താനും ഞാൻ അമാന്തിക്കുകയില്ല. കാരണം ഞാൻ കാരുണ്യത്തിൻ്റെ അമ്മ എന്ന് വിളിക്കപ്പെടുന്നു. ഞാൻ അങ്ങനെ തന്നെയാണ് താനും. അതുകൊണ്ട് അങ്ങയ്ക്ക് സുഖപ്പെടുത്തുവാൻ കഴിയുമെന്നതിനാലും അങ്ങത് ആഗ്രഹിക്കുന്നതിനാലും ഇതാ ഞാൻ എന്നെ സുഖപ്പെടുത്തുക. സൗഖ്യദായകമായ പരിശുദ്ധ മറിയമേ, എൻ്റെ ആത്മാവിൻ്റെ നിരവധിയായ മുറിവുകളെ സുഖപ്പെടുത്തുക. അങ്ങയുടെ പുത്രനോട് ഒരു വാക്കു സംസാരിച്ചാൽ മതി, ഞാൻ സുഖം പ്രാപിക്കും. സുകൃത ജപം. ഓ മറിയമേ, എന്നോട് ദയ തോന്നണമേ. ഓ മറിയമേ, എന്നോട് ദയ തോന്നണമേ. ഓ മറിയമേ, എന്നോട് ദയ തോന്നണമേ. ഈശോയുടെ തിരുനാമത്തിൻ്റെ ലുത്തിനിയ നമുക്ക് ചെല്ലാം. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷകനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ തൃത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യപിതാവിൻ്റെ പ്രഭയായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മഹത്വത്തിൻ്റെ രാജാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നീതി സൂര്യനായിരിക്കുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിരുക്കുമാരനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്നേഹത്തിന് ഏറ്റവും യോഗ്യമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അത്ഭുതത്തിന് വിഷയമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവശക്തനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വരാനിരിക്കുന്ന ലോകത്തിൻ്റെ പിതാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശ്രേഷ്ഠമായ ഉപദേശത്തിൻ്റെ ദൂതനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏറ്റവും ശക്തനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏറ്റവും ക്ഷമയുള്ളവനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏറ്റവും അനുസരണമുള്ള ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ബ്രഹ്മചര്യത്തെ സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആയുസ്സിനു കാരണമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സമാധാനത്തിൻ്റെ ദൈവമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല പുണ്യങ്ങൾക്കും മാതൃക ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മാക്കളെ അധികമായി സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സങ്കേതമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദരിദ്രരുടെ പിതാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശ്വാസികളുടെ നിക്ഷേപമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നല്ല ഇടയനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സത്യപ്രകാശമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യജ്ഞാനമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യനന്മകളുടെ നികേതനമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവനും വഴിയും സത്യവുമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മാലാഖമാരുടെ സന്തോഷമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പൂർവപിതാക്കന്മാരുടെ രാജാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
ദീർഘദർശികൾക്ക് ജ്ഞാനം പകരുന്ന ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്ലീഹന്മാരുടെ ഗുരുവായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സുവിശേഷകർക്ക് ആചാര്യനായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വന്ദകന്മാരുടെ പ്രകാശമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ബ്രഹ്മചാരികളുടെ പരിശുദ്ധിയായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല പുണ്യവാന്മാരുടെയും കിരീടമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദയാപരനായ കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണമേ. ദയാപരനായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. സകല പാപങ്ങളിൽ നിന്ന് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കോപത്തിൽ നിന്ന് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. പിശാചിന്റെ സകല തന്ത്രങ്ങളിൽ നിന്നും കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. മോഹാഗ്നിയിൽ നിന്ന് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. എന്നേക്കുമുള്ള മരണത്തിൽ നിന്ന് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾക്ക് അങ്ങ് തരുന്ന നല്ല പ്രേരണകളോടുള്ള ഞങ്ങളുടെ ഉദാസീനതയിൽ നിന്ന് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ മനുഷ്യാവതാരത്തിന്റെ പരമരഹസ്യത്തെക്കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ പിറവിയെക്കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ബാല്യപ്രായത്തെക്കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ചേതനാധാരത്തെക്കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കഠിനാധ്വാനത്തെക്കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കഷ്ടപ്പാടുകളെയും ദുരിതങ്ങളെയും കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ദുഃഖങ്ങളെയും രക്തവിയർപ്പിനെയും കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കുരിശിനെയും അങ്ങ് അനുഭവിച്ച പരിത്യക്തതയെയും കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ തിരുമരണത്തെയും സംസ്കാരത്തെയും കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. മഹിമ പ്രതാപത്തോടെയുള്ള അങ്ങ് ഉയർപ്പിനെ കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അത്ഭുതകരമായ അങ്ങേ സ്വർഗാരോഹണത്തെ കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനെ കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ആനന്ദത്തെ കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങ് മഹിമ പ്രതാപത്തോടുകൂടി എഴുന്നള്ളി വരുവാനിരിക്കുന്ന വിധി ദിവസത്തിൽ കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശോയെ കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശോയെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശോയെ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. യേശുവേ കാരുണ്യപൂർവം ഞങ്ങളെ ശ്രവിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ കർത്താവായ യേശുവേ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയുടെ ദിവ്യ സ്നേഹം നൽകണമേ. ഞങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിക്കുന്നതിനും ഞങ്ങളുടെ എല്ലാ പ്രവർത്തികളും വ്യാപാരങ്ങളും കൊണ്ട് അങ്ങയെ അവിരാമം മഹത്വപ്പെടുത്തുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേ തിരുനാമത്തോട് നിരന്തരമായ ഭയഭക്തി ഞങ്ങൾക്ക് നൽകണമേ. അവിടുത്തെ സ്നേഹം അങ്ങ് ശാശ്വതമായി സ്ഥാപിച്ചിട്ടുള്ള ഹൃദയങ്ങളെ ഭരിക്കുവാൻ ഒരിക്കലും വിമുഖത കാണിക്കാത്ത, നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന യേശുവേ, ആമേൻ.